നമസ്കാരം. ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി വിരുദ്ധ പോരാട്ട ശേഷിക്ക് കൂടുതൽ കരുത്തേകിക്കൊണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച പുതിയ യുദ്ധക്കപ്പൽ മാംഗ്രോൾ നാവികസേന ഏറ്റെടുത്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിലാണ് കപ്പലിന്റെ ഔദ്യോഗിക കൈമാറ്റം നടന്നത്. രാജ്യത്തിന്റെ തീരസുരക്ഷയും സമുദ്രാതിർത്തികളുടെ നിരീക്ഷണവും കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ശേഷിയിൽ പുതിയൊരു അധ്യായം കൂടി ഇതോടെ എഴുതപ്പെടുകയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന 8 ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളുടെ അഥവാ ASW/SWC വിഭാഗത്തിലെ മൂന്നാമത്തെ കപ്പലാണ് മാംഗ്രോൾ. ആഴം കുറഞ്ഞ കടൽ മേഖലകളിൽ ശത്രു അന്തർവാഹിനികളുടെ സാന്നിധ്യം കണ്ടെത്താനും അവയ്ക്കെതിരെ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ വിഭാഗത്തിലെ യുദ്ധക്കപ്പലുകൾ രൂപകൽപ്പന ചെയ്തിട്ടിരിക്കുന്നത്. ഗുജറാത്തിലെ ജുനാഗഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖമായ മാംഗ്രോൾ എന്ന സ്ഥലത്തിന്റെ പേരാണ് പുതിയ യുദ്ധക്കപ്പലിന് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ പാരമ്പര്യത്തെയും ചരിത്രത്തെയും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പേരിടൽ. ഇതിന് മറ്റൊരു ചരിത്ര പ്രാധാന്യമുണ്ട്. 2004 വരെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായിരുന്ന INS മാംഗ്രോൾ എന്ന മൈൻ സ്വീപ്പറിന്റെ ഓർമ്മ നിലനിർത്തുന്നതിനും പുതിയ കപ്പലിന് അതേ പേര് നൽകിയത്. പഴയൊരു നാവിക കപ്പലിന്റെ പാരമ്പര്യം പുതിയ തലമുറയിലെ യുദ്ധക്കപ്പലിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് നാവികസേന. മാംഗ്രോളിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകതകളിലൊന്ന് അതിന്റെ സ്വദേശി നിർമ്മാണ ശേഷിയാണ്. കപ്പലിന്റെ ഏകദേശം 80% ഘടകങ്ങളും തദ്ദേശീയമായി വികസിപ്പിച്ചതും നിർമ്മിച്ചതുമാണ്. ഇത് പ്രതിരോധ മേഖലയിലെ ഇന്ത്യയുടെ ആത്മനിർഭരതയുടെ വലിയ മുന്നേറ്റമാണ് വിലയിരുത്തപ്പെടുന്നത്. വിദേശ സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളുടെയും ആശ്രയിക്കുന്നത് കുറച്ച് രാജ്യത്തിനകത്ത് തന്നെ യുദ്ധക്കപ്പലുകളും അതിലെ വിവിധ സംവിധാനങ്ങളും വികസിപ്പിക്കുന്നതിലൂടെ ഇന്ത്യൻ പ്രതിരോധ വ്യവസ്ഥയാണ് വലിയ നേട്ടമാണ് ലഭിക്കുന്നത്. പ്രതിരോധ ഉൽപാദന രംഗത്ത് ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം മുന്നോട്ടു പോകുമ്പോൾ മാംഗ്രോൾ പോലുള്ള കപ്പലുകളുടെ നിർമ്മാണം ഇന്ത്യൻ കപ്പൽ നിർമ്മാണ മേഖലയുടെയും പ്രതിരോധ വ്യവസായത്തിന്റെയും വളർച്ചയ്ക്ക് നിർണായകമാണ്. മാംഗ്രോളിന്റെ പ്രവർത്തനശേഷിക്ക് കരുത്തേകുന്നത് ഡീസൽ എഞ്ചിൻ, വാട്ടർ ജെറ്റ് പ്രൊപ്പോഷൻ സംവിധാനമാണ്. ആഴം കുറഞ്ഞ ജലപ്രദേശങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് കപ്പലിന്റെ രൂപകൽപ്പന. സാധാരണ വലിയ യുദ്ധക്കപ്പലുകൾക്ക് പുറമെ തീരപ്രദേശങ്ങളിൽ തുറമുഖങ്ങൾക്ക് സമീപമുള്ള കടൽ മേഖലകളിലും പ്രത്യേക ദൗത്യങ്ങൾ നടത്താൻ കഴിയുന്ന ചെറുതും വേഗതയേറിയതുമായ പ്ലാറ്റ്ഫോമുകൾക്കും നാവികസേന വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ ആവശ്യമാണ് ASW/SW വിഭാഗത്തിലെ കപ്പലുകൾ നിറവേറ്റുന്നത്. ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തുക എന്നതാണ് മാംഗ്രോളിന്റെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്ന്. ഇതിനായി ഷാലോ വാട്ടർ സോണൽ സംവിധാനങ്ങൾ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കടലിന്റെ ആഴം കുറഞ്ഞ മേഖലകളിൽ അന്തർവാഹിനികളുടെ നീക്കം കണ്ടെത്തുന്നത് വലിയ വെല്ലുവിളിയാണ്. അത്തരം സാഹചര്യങ്ങൾ വെള്ളത്തിനടിയിലുള്ള ശബ്ദ തരംഗങ്ങളെ ഉപയോഗപ്പെടുത്തി അന്തർവാഹിനികളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സോണൽ സംവിധാനങ്ങൾക്ക് കഴിയും. ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലും പ്രധാനപ്പെട്ട തുറമുഖങ്ങൾക്കും നാവിക കേന്ദ്രങ്ങൾക്കും സമീപമുള്ള സമുദ്രമേഖലകളിലും ഇത്തരം ശേഷികൾ വലിയ തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട്. മാംഗ്രോൾ നിരീക്ഷണത്തിനായി മാത്രം ഉപയോഗിക്കുന്ന കപ്പലല്ല. ആവശ്യമായ സാഹചര്യങ്ങളിൽ അന്തർവാഹിനികൾക്കെതിരെ ആക്രമണശേഷിയും കപ്പലിനുണ്ട്. ലൈറ്റ് വെയ്റ്റ് ടോർപിഡോകളും തദ്ദേശീയ റോക്കറ്റുകളും കപ്പലിന്റെ ആയുധ സംവിധാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തുന്നതിന് പിന്നാലെ അവയ്ക്കെതിരെ പ്രതിരോധ നടപടി സ്വീകരിക്കാനും കപ്പലിന് കഴിയും. കണ്ടെത്തൽ, നിരീക്ഷണം, പിന്തുടരൽ, ആവശ്യമായാൽ ആക്രമണം, അന്തർവാഹിനി വിരുദ്ധ പോരാട്ടത്തിന്റെ വിവിധ ഘട്ടങ്ങളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് മാംഗ്രോളിന്റെ ശേഷി. ഇന്ത്യക്ക് ഏകദേശം 7500 കിലോമീറ്ററിലധികം വരുന്ന തീരദേശ പ്രദേശവും വിശാലമായ സമുദ്രമേഖലയും ഉണ്ട്. അതിനാൽ തീരദേശ സുരക്ഷയ്ക്ക് ഇന്ത്യൻ നാവികസേന പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ആഴക്കടലിൽ പ്രവർത്തിക്കുന്ന വലിയ യുദ്ധക്കപ്പലുകൾക്കൊപ്പം തീരത്തോട് ചേർന്നുള്ള ആഴം കുറഞ്ഞ ജലമേഖലകളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന കപ്പലുകളും അനിവാര്യമാണ്. ഈ വിടവ് നികത്തുകയാണ് ASW/SW വിഭാഗത്തിലെ കപ്പലുകളുടെ പ്രധാന ലക്ഷ്യം. തീരദേശ അന്തർവാഹിനി വിരുദ്ധ പ്രവർത്തനങ്ങൾ, വെള്ളത്തിനടിയിലെ നിരീക്ഷണം തുടങ്ങിയ മേഖലകളിൽ മാംഗ്രോൾ നിർണായകമായൊരു പങ്ക് വഹിക്കും. മാംഗ്രോളിന്റെ ദൗത്യങ്ങൾ അന്തർവാഹിനി വേട്ടയിൽ മാത്രം ഒതുങ്ങുന്നില്ല. മൈൻ വിന്യാസം, തെരച്ചിൽ, രക്ഷാപ്രവർത്തനം, അതായത് സെർച്ച് ആൻഡ് റെസ്ക്യൂ അഥവാ SAR ദൗത്യങ്ങളും കപ്പലിൽ നിർവഹിക്കാൻ കഴിയും. കടലിൽ അപകടത്തിൽപ്പെടുന്ന കപ്പലുകളെയും ആളുകളെയും കണ്ടെത്താനും രക്ഷാപ്രവർത്തനങ്ങളിൽ സഹായിക്കാനും കഴിയുന്ന ശേഷി സമുദ്ര സുരക്ഷയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ലോ ഇന്റൻസിറ്റി മാരിടൈം ഓപ്പറേഷൻസ് അഥവാ LIMO ദൗത്യങ്ങളിലും കപ്പലിന് പങ്കാളിയാകാൻ കഴിയും. സമുദ്രത്തിലെ വിവിധ തരത്തിലുള്ള സുരക്ഷാ സാഹചര്യങ്ങളിൽ വേഗത്തിൽ വിന്യസിക്കാവുന്ന പ്ലാറ്റ്ഫോമായി ഇതിനെ ഉപയോഗിക്കാനാകും. മാംഗ്രോൾ ഈ പരമ്പരയിലെ മൂന്നാമത്തെ കപ്പലാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ ആദ്യ കപ്പൽ മാഹിയായിരുന്നു.
തുടർന്ന് രണ്ടാമത്തെ കപ്പലായ മാൽവൻ കൂടി നാവികസേനയുടെ ഭാഗമായി. ഇതിനു പിന്നാലെയാണ് മാംഗ്രോൾ കൂടി ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽപ്പടയിലെത്തുന്നത്. ഇനി ശേഷിക്കുന്ന ASW, SWC കപ്പലുകളും ഘട്ടം ഘട്ടമായി നാവികസേനയുടെ ഭാഗമാകുന്നതോടെ തീരദേശ അന്തർവാഹിനി വിരുദ്ധ പോരാട്ട ശേഷി കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷ. മാംഗ്രോളിന്റെ നിർമ്മാണത്തിലൂടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ഇന്ത്യൻ പ്രതിരോധ കപ്പൽ നിർമ്മാണ മേഖലയിൽ പങ്കും കൂടുതൽ ശ്രദ്ധേയമാവുകയാണ്. വാണിജ്യ കപ്പലുകൾ നിർമ്മിക്കുന്നതിനൊപ്പം അത്യാധുനിക യുദ്ധക്കപ്പലുകൾ തദ്ദേശീയമായി നിർമ്മിക്കാനുള്ള ശേഷിയും ഇന്ത്യൻ കപ്പൽശാലകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി സങ്കീർണമായ കപ്പലുകൾ ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്നതിന്റെ ഉദാഹരണമാണ് മാംഗ്രോൾ. കൊച്ചിയിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിലാണ് കപ്പൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡയറക്ടർ ഹരികൃഷ്ണൻ S. മാംഗ്രോളിന്റെ കമാൻഡിംഗ് ഓഫീസർ ഡെസിഗ്നേറ്റ് നേവി കമാൻഡർ U. ശരൺകുമാർ എന്നിവർ ഡെലിവറി പ്രോട്ടോകോളിൽ ഒപ്പുവെച്ചു. ഇതോടെ കപ്പൽ ഔദ്യോഗികമായി ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തന സംവിധാനത്തിന്റെ ഭാഗമായി. മാംഗ്രോളിന്റെ നാവികസേനയിലേക്കുള്ള പ്രവേശനം ഒരു യുദ്ധക്കപ്പൽ കൂടി സേനയുടെ ഭാഗമാകുന്നു എന്നതിലുപരി ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയുടെ മുന്നേറ്റം കൂടിയാണ്. സ്വദേശി ഘടകങ്ങളിലൂടെ ഉയർന്ന പങ്കാളിത്തം, ആധുനിക സോണൽ സംവിധാനങ്ങൾ, ടോർപിഡോ ശേഷി, വാട്ടർ ജെറ്റ് പ്രൊപ്പോഷൻ, തെരച്ചിൽ രക്ഷാപ്രവർത്തനവും ഉൾപ്പെടെയുള്ള വിവിധ ദൗത്യങ്ങൾ ഇതെല്ലാം ചേർന്നാണ് മാംഗ്രോളിനെ തീരദേശ സുരക്ഷയ്ക്ക് പ്രാധാന്യമുള്ള പ്ലാറ്റ്ഫോമാക്കി മാറ്റുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വെള്ളത്തിനടിയിൽ ഭീഷണികളെ നേരിടാനുള്ള ശേഷി കൂടുതൽ ശക്തമാകേണ്ടത് ഇന്ത്യൻ നാവികസേനയുടെ പ്രധാന മുൻഗണനകളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ മാംഗ്രോൾ പോലുള്ള കപ്പലുകളുടെ വരവ് തന്ത്രപ്രധാനമായ നേട്ടമായി കണക്കാക്കാം. ഒരു വശത്ത് പഴയ INS മാംഗ്രോളിന്റെ പാരമ്പര്യം ഓർമ്മിപ്പിക്കുമ്പോൾ മറുവശത്ത് പുതിയ സാങ്കേതിക വിദ്യയുടെ സ്വദേശീയ പ്രതിരോധ നിർമ്മാണത്തിന്റെയും കരുത്തായി മുന്നോട്ടു പോകുകയാണ് പുതിയ മാംഗ്രോൾ. ഇന്ത്യൻ നാവികസേനയുടെ തീരദേശ പ്രതിരോധ വലയത്തിലേക്ക് പുതിയൊരു കരുത്തുകൂടി എത്തിയിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ ASW, SWC വിഭാഗത്തിലെ കൂടുതൽ കപ്പലുകൾ സേനയുടെ ഭാഗമാകുന്നതോടെ ഇന്ത്യൻ അന്തർവാഹിനി വിരുദ്ധ പോരാട്ട ശേഷിയും സമുദ്ര നിരീക്ഷണ ശേഷിയും കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.